Hello friends, what's up? My name is Sajir. Welcome back to a new video. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ കാണാൻ പറ്റും, അതായത് ഡബിൾ എക്സ്പ്ലോഷർ എഫക്ട്സ് ഉള്ള ഇമേജസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇത് നോർമലി ഫോട്ടോഗ്രാഫേഴ്സ് അവർ ക്യാമറയിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലാതെ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫോട്ടോഷോപ്പ് CC വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ ഡബിൾ എക്സ്പ്ലോഷർ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡബിൾ എക്സ്പ്ലോഷർ ചെയ്യാൻ പോകുന്ന ഇമേജസുകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇമേജസ് ആണുള്ളത്. ഒന്ന് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഒരു മോഡലിൻ്റെ ഇമേജസും ആണുള്ളത്, ഒരു മോഡലിൻ്റെ ഇമേജസ്. അപ്പോൾ ഈ 2 ഇമേജസ് വെച്ചിട്ടാണ് നമ്മൾ ഡബിൾ എക്സ്പ്ലോഷർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഇമേജസ് ഞാൻ unsplash.com നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഇമേജസ്, അതായത് മോഡലിൻ്റെ ഇമേജസ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫോട്ടോഷോപ്പ് 2009, അതായത് 2019 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പ് CC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് ഫോട്ടോഷോപ്പ് 2019 നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഇമേജസ്. അപ്പം ജസ്റ്റ് ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്യാൻ പോവാണ് ഇമേജസിനെ. സോ ഈ ഇമേജിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ബോട്ടത്തുനിന്നും കുറച്ച് പോർഷൻ ഞാൻ ക്രോപ്പ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു സൈസ് മതി. ഈ ഒരു രീതിയിൽ നമ്മൾ എന്താക്കുക, ഇമേജിനെ ക്രോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിൻ്റെ ഒരു കോപ്പി എടുക്കാം. അപ്പം നോർമലി കോപ്പി എടുക്കാൻ നിങ്ങൾക്ക് വിൻഡോസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Ctrl+J യൂസ് ചെയ്യാം, മാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Command+J യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ താഴത്ത് കാണാം ആഡ് ന്യൂ ലെയർ എടുക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതിൽ കൊണ്ടുപോയി ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി കിട്ടും. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം, കോപ്പി എടുക്കാം. ഓക്കെ, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഞാൻ ജസ്റ്റ് ഡിസേബിൾ ചെയ്തു. ഈ ഐ ഡിസേബിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മോഡലിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെൻ ടൂൾ യൂസ് ചെയ്യാം, സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാം, മാജിക് ബാൻഡ് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താക്കാം, ഞാൻ ക്വിക്ക് സെലക്ഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ടും ഈ ഒബ്ജക്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ക്വിക്ക് സെലക്ഷൻ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇനി നിങ്ങൾ CC വേർഷനാണ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ ഇവിടെ, സെലക്ട് ആൻഡ് മാസ്ക്. ഈ സെലക്ട് ആൻഡ് മാസ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എയറിൻ്റെ പാർട്ടൊക്കെ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ഗ്രീനിഷായിട്ട് ഈ എയറിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പ്ലസ് സൈൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് എന്താക്കുക, ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താക്കുക, അത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താക്കാം, കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ സെലക്ഷനൊക്കെ പ്രോപ്പറായി കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു ലെയറിലേക്ക് ഇതിനെ മാറ്റാം. അപ്പം നിങ്ങൾക്ക് സൈഡിൽ ഇതിൻ്റെ കൺട്രോൾസ് കാണാം. അപ്പോൾ കൺട്രോൾസിൻ്റെ താഴത്ത് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ടു ജസ്റ്റ് ന്യൂ ലെയർ സെലക്ട് ചെയ്യാം.
എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് എന്താക്കാൻ പറ്റും, ആ മോഡലിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലെയറിൻ്റെയും ഇടയിൽ, അതായത് ബിറ്റ്വീൻ ദീസ് 2 ലെയർ നമ്മൾ എന്താക്കാൻ പറ്റുന്നു, ഈ 2 ലെയറിൻ്റെ ഇടയിൽ നമ്മളൊരു ലെയർ കൂടെ ആഡ് ചെയ്ത് വിടുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താക്കി, ജസ്റ്റ് ഒരു ഫിൽ കളർ യൂസ് ചെയ്ത് വൈറ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താക്കിയ ബാക്ക്ഗ്രൗണ്ട് ഫിൽ ചെയ്ത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഫിൽ ചെയ്യണമെങ്കിൽ കമാൻഡ് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഏതാണോ ചൂസ് ചെയ്ത് ആ കളർ വരും. ഓക്കെ, കമാൻഡ് അല്ലെങ്കിൽ ആൾട്ട് ബാക്ക് സ്പേസ് അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കട്ടിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇമേജിന്, അതായത് ഈ ഇമേജിന് നമ്മളൊരു നെയിം കൊടുക്കാം, മോഡൽ. ഓക്കെ, നമ്മൾ ഇതിനൊരു BGM കൊടുത്തു. ഓക്കെ, ഫൈൻ. ഇനി ഈ ഒരു ഇമേജിനെ നമ്മൾ ജസ്റ്റ് ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡീസാച്ചുറേറ്റ്, അതായത് കമാൻഡ് ഷിഫ്റ്റ് U അടിച്ചാൽ മതി. വിൻഡോസിലാണ് കൺട്രോൾ ഷിഫ്റ്റ് U. അപ്പം നമ്മളതിനെ ഡീസാച്ചുറേറ്റ് ആക്കി. അപ്പോൾ ഡീസാച്ചുറേറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അതായത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ എന്താക്കുക, ജസ്റ്റ് ഡോക്യുമെൻറ്റിലേക്ക് വലിച്ചിടുക. ഓക്കെ, അതിനുശേഷം നമുക്ക് കമാൻഡ് T വെച്ചിട്ട് ട്രാൻസ്ഫോം ടൂൾ എനേബിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെന്താക്കാം, വലുതാക്കിയെടുക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ നമ്മൾ എന്താക്കുക, ഓപ്പാസിറ്റി ഒരു 50% റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതൊന്ന് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഏത് പാർട്ടാണോ നമ്മൾ ഈ മോഡലിൽ വരേണ്ടത് അത്രയും പോർഷനെ കറക്റ്റാക്കി വെക്കുക. നമുക്ക് എങ്ങനെയാണോ വരേണ്ടത് നല്ല രീതിയിൽ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഫൈനാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓപ്പാസിറ്റി ബാക്കിലേക്ക് വരും, 100 കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോഡലിൻ്റെ ലെയർ ഉണ്ടല്ലോ, ആ ലെയറിൽ ജസ്റ്റ് കമാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ എനേബിൾ ആവും. ഇപ്പോൾ ഈ സെലക്ഷൻ എനേബിൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് താഴെ ലെയറിൻ്റെ താഴെ കാണാം, ഇവിടെ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ആഡ് ലെയർ മാസ്ക്. ഈ ആഡ് ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിനെ ആ മോഡലിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എന്താക്കി, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വലിച്ചിടുക. അതിനുശേഷം നമ്മൾ ഈ വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് PGൻ്റെ ബാക്കിൽ വെച്ചിട്ട് നമ്മളിതിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സൈസ് ഇൻക്രീസ് ചെയ്യുക. ഈ ഒരു സൈസ് മതി. ഓക്കെ, മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ലെയർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഷേപ്പ് മാസ്ക് ചെയ്ത ലെയറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കുറച്ച് വിസിബിളാക്കി കൊടുക്കാം. ക്യാരക്ടറിന് അതായത് മോഡലിനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് എന്താക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്പാസിറ്റി ഒരു 50% ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്താലും മതി. ഓക്കെ, മതി. ഓക്കെ, നമുക്ക് വേണ്ട പോർഷൻ നമുക്ക് അങ്ങനെ എറേസ് ചെയ്യാം. അത് നിങ്ങളതായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇങ്ങനെ മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്പാസിറ്റി വേണം കുറച്ചൊരു 60% ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. എന്നാൽ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എംബോസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഇതിൽ മതി. ഓക്കെ, ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് വേണമെങ്കിൽ ഒരു മതി. ഇനി നമുക്ക് ഈ ഒരു ലെയറിന്, അതായത് നമ്മൾ ഈ മോഡലിൻ്റെ ഒരു ലെയർ കോപ്പി എടുക്കാം. കമാൻഡ് C അടിച്ചിട്ട് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് ഇതിന് ലൈറ്റൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് ലൈറ്റൻ എന്ന് കാണാം, സോഫ്റ്റ് ലൈറ്റൻ യൂസ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഓപ്പാസിറ്റി കുറച്ച് കൊടുക്കുക.
ഓക്കെ. ഓക്കെ ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ ഭാഗത്തൊക്കെ കുറച്ച് എറേസർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതായത് കുറച്ച് എവിടെയൊക്കെ നമുക്ക് ഗ്രീന് വരേണ്ട ആ ഒരു പോർഷനൊക്കെ നമുക്ക് എന്താക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ്, അതായത് പോയിന്റ് ചൂസ് ചെയ്യാൻ നോക്കുക. എറേസർ ഒരു 100% യൂസ് ചെയ്തതിന് ശേഷം ഇത് ഡാർക്ക് വരേണ്ട ഏരിയ നമ്മൾ ഡാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്താക്കാം, ബ്രഷുള്ള എറേസർ ചൂസ് ചെയ്തതിന് ശേഷം വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഡാർക്ക് ഫീൽ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആയിട്ടുണ്ട്, മതി. ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലെയറിന്, അതായത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ലെയറാണ് ബാക്ക്ഗ്രൗണ്ട് PG. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഫിൽറ്ററിൽ ക്യാമറ റോ ചൂസ് ചെയ്തതിന് ശേഷം കളറിലൊന്ന് വേരിയേഷൻ വരുത്താവാണെങ്കിൽ വൈബ്രൻസ് ഒക്കെ ഒരു ഗ്രീനിഷ് ടു ബ്ലൂ ടച്ചൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ. അതേ സെയിം എഫക്ട്സ് നമുക്ക് ഇതിനും വേണം കൊടുക്കാം. അതായത് ഫിൽറ്ററിൽ ക്യാമറ റോ, ഇതിൽ നമുക്ക് എന്താക്കാം, വൈബ്രൻസ് കുറച്ച് കൂട്ടി കൊടുക്കാം. സോ ഒരു ബ്ലൂയിഷ് ടിൻ്റ് ആക്കാം. ഓക്കെ. ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ കുറച്ച് ഓപ്പാസിറ്റി വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. നമ്മളെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈ ഭാഗം, അതായത് ഈ ഒരു ഭാഗമാണെങ്കിൽ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ ഫൈൻ. നമ്മൾ ഔട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇതാണ് നമ്മുടെ ഇമേജ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ എക്സ്പ്ലോഷർ എഫക്ട്സ് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. സി യു, ബൈ ഗൈസ്.